കാട്ട് മേലെ ഹൈ കാട്ട് ചീര ഹൈ കാട്ട് സൈഡിലെ സൈഡ് കാട്ട് റൈറ്റിലെ മ്യൂസിന്റെ കുറെ കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ കണ്ണാടിയില്. ചേച്ചി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇത് വെച്ചത് നന്നായി തോന്നുന്നു. ഓണമൊക്കെ കുറച്ച് ഓവറാവാന്നോർത്ത് വന്നതായിരുന്നു. അപ്പൊ മേക്കപ്പ് മാൻമാരുടെ ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലായില്ല. എന്നെയൊക്കെ ഒരുക്കാൻ വരുന്നവരൊക്കെ എന്തായിരിക്കും അല്ലേ? ചേച്ചിനെടുക്കാൻ സമ്മതിക്കാം. കടവുളെ അപ്പൊ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ചേച്ചി. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്ക് കാണത്തില്ല. ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് പൗഡർ ആണ്. ഇനി നമുക്ക് വേണ്ടത് ലിപ്സ്റ്റിക്. യെസ്, ലിപ്സ്റ്റിക് എവിടെ ലിപ്സ്റ്റിക്? നമ്മൾ പരുതുകയാണ്. നമ്മൾ ടിഷ്യൂ ഒക്കെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കണം. എവിടെ? അല്ല, ഇവിടെ ചിലരെയൊക്കെ എനിക്ക് പേടിയാ. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. മറ്റേ വെളുത്ത സാധനം വെപ്പ് പല്ല് വെച്ചിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നേരത്തെ വെച്ചതാ. മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങ മംഗള കുങ്കുമം അണിഞ്ഞൊരുങ്ങ മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങ മംഗള കുങ്കുമം അണിഞ്ഞൊരുങ്ങ. അപ്പോൾ ഓണക്കാലമൊക്കെ എത്തി. ഈ ഓണക്കാലത്ത് എന്നോടൊപ്പം ഉള്ളതൊരു കുട്ടി കുറുമ്പി ഗസ്റ്റാണ്. ആരാണെന്നല്ലേ? പേര് പറയാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. ആരാണെന്നല്ലേ? മൃണ്വായ് എ മൃദുൽ. അതെ, നമ്മുടെ സ്വന്തം മിമൂസാണ് ഈ ഓണക്കാലത്ത് എന്നോടൊപ്പം ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത്. മിമൂസ് ഇവിടെ ഇതാ ഇൻസ്റ്റഗ്രാമിൻ്റെ റീലൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ആള്. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു. നല്ല പോലീസല്ലേ? അല്ല മോളെ, ആരെയാ ഗീതു? ഞാൻ തന്നെയാ. അതെ മിമു, ഓണമൊക്കെ ആയില്ലേ, നമുക്ക് റെഡിയാവണ്ടേ? കുറേ നേരം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് റെഡി ആയാലോ? മിമു നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. എന്നാലും എന്നെയും കൂടെ ഒന്ന് ഫൈനൽ ടച്ചപ്പ് ചെയ്യാമെന്ന് മിമു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വന്നാലോ? ഓക്കെ. അപ്പോൾ ഓണത്തിന് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണേ? ഗെറ്റ് റെഡി വിത്ത് മിമൂസ്. മിമൂസേ, ഓണമൊക്കെ ആയി, അപ്പോൾ നമുക്ക് ഒരുങ്ങണ്ടേ? എങ്ങനെ ഒരുങ്ങാ? മേക്കപ്പ് സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഒരുങ്ങിയാലോ? എന്തൊക്കെയാ മിമൂസിന്റെ ബാഗിൽ? മിമൂസാണ് ഇന്ന് എന്നെയും ഒരുക്കാന്ന് പറഞ്ഞിരിക്കണത് അല്ലേ? അപ്പൊ ചെറിയ രീതിയിലൊക്കെ വേണ്ട. ഫസ്റ്റ് മിമു ഒരുങ്ങിയിട്ട് എന്നെ ഒരുക്കിയാൽ മതി. എന്നെ കാണിച്ചു തന്നെ എങ്ങനെ ഒരുങ്ങണെന്ന്. ഓ, ഷുഗറിന്റെ ഫൗണ്ടേഷൻ ആണ് ആദ്യം ഇടുന്നത് അല്ലേ? അപ്പൊ മിമൂസ് ഒരുങ്ങുമ്പോൾ ആദ്യം ഫൗണ്ടേഷനിലാണ് തുടങ്ങുന്നത്. ഓ, അവിടെ വരച്ചു. മിമൂസിന്റെ കണ്ണാടി ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടി മിമൂസ് എന്നൊക്കെ എഴുതിക്കൊണ്ടാ വന്നിരിക്കണേ. മിമൂസിന്റെ കുറെ കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ കണ്ണാടിയില്. ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇത് വെച്ചത് നന്നായി തോന്നുന്നു. അമ്പടി കള്ളി. നമുക്ക് എപ്പോഴും ലൈറ്റ് മേക്കപ്പ് ആണ് ഇഷ്ടം. ഞങ്ങൾക്ക് ലൈറ്റ് മേക്കപ്പ് ആണ് ഇഷ്ടം. ഞങ്ങൾ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കണ്ണിന്റെ തരിശ്. ഇപ്പൊ നമ്മൾ കണ്ണിന്റെ ഭാഗത്തോട്ട് പോകുന്നില്ല. മിമുനെ ആരെയും മേക്കപ്പ് ഒക്കെ പഠിപ്പിച്ചേ? ഞാൻ തന്നെ പഠിച്ചു. ഞാൻ അല്ലാതെ ഈ പുറത്തൊക്കെ പോകുമ്പോ തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്യുന്നത്. ഓ, അപ്പൊ മേക്കപ്പ് ബോക്സ് ഒക്കെ ആയിട്ടാണ് ഇപ്പം സെറ്റിലേക്കൊക്കെ പോകുന്നത്? ഇപ്പൊ സീരിയലിലൊക്കെ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യുന്നത്. മണിമുത്തിൽ തന്നെ സ്വന്തം മേക്കപ്പ് ആണ് ഇപ്പോ? ഓ, അപ്പൊ മേക്കപ്പ് ചേട്ടൻ എന്താ പറയാ? മേക്കപ്പ് ചേട്ടൻ പറയുന്ന എല്ലാവരുടെ ഞാൻ വന്നിട്ടാണ് ഇവിടെ ബ്രഷ് വരെ ഇത് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ അതിന് മുമ്പ് ഞങ്ങള് രണ്ടുപേരും ചെയ്യായിരുന്നു. മേക്കപ്പ് ചേട്ടൻ പറഞ്ഞോ എന്റെ ജോലി മിമു കളയോ അങ്ങനെ ചോദിച്ചോ? മേക്കപ്പ് ചേട്ടൻ അസൂയ. വേറെ ആർക്ക്? നീ വാട്ടർ സ്പ്രേ അടിക്കണോ? അയ്യോ, ഞാൻ തിരിച്ചിട്ട് ചെയ്യുന്നു. ഞങ്ങക്ക് ചെറുതായിട്ട് മാറിപ്പോയെന്നൊക്കെ.
എന്നിട്ട് വേറെ ആർക്കെങ്കിലും സെറ്റിലൊക്കെ മേക്കപ്പ് ഇട്ട് കൊടുത്തോ മിമു? വേറെ ആർക്കും വെക്കത്തില്ല, വീട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് എന്നെ റെഡിയാക്കണുണ്ടോ? നമ്മൾ റെഡി ആയിട്ടില്ല. മുഖത്ത് ബ്ലഷ് ഇച്ചിരി കൊടുക്കും. അത് ഞാൻ തന്നെ കുറച്ചങ്ങ് മിമു എന്നെ റെഡിയാക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല മിമു. അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് ഇട്ടിട്ടൊക്കെ ഇങ്ങ് വന്നതാ. കൂടിപ്പോയല്ലേ, ഓണമൊക്കെ അല്ലേ, കുറച്ച് ഓവറാവാന്നോർത്ത് വന്നതായിരുന്നു. അതെ. അപ്പൊ ഇത് റെഡിയാക്കി തരണം കേട്ടോ. കണ്ണിനടിയിൽ ഫൗണ്ടേഷൻ തന്നെ ഇങ്ങനെ നമ്മൾ ഇടണം അല്ലേ? കണ്ണിനടി ചിലര് കൺസീലർ ഇടാം. കണ്ണിന് മുകളിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇതുപോലെ ഇടണം അല്ലേ? കണ്ണിന്റെ മേലിൽ ഐലൈനർ മറ്റേ ഐഷാഡോ ഇട്ടിട്ട് നമ്മൾ ഐലൈനർ എഴുതാവുള്ളൂ. എല്ലാരും ശ്രദ്ധിക്കുക, ഐഷാഡോ ഇട്ടിട്ട് നമ്മൾ ഐലൈനർ എഴുതാവുള്ളൂ. ഇന്ന് നമ്മള് ഓണം ലുക്കല്ലേ മിമു കൊടുക്കാൻ പോകുന്നേ? കണ്ണിന്റെ മുകളിൽ കൈവച്ചിടണമെങ്കിൽ കണ്ണിന്റെ മുകളിൽ നമുക്ക് കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യണം. കാരണം നമ്മൾ ഒട്ടും പ്രഷർ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മേക്കപ്പ് ചേട്ടൻ ഈ കണ്ണിൽ ഇങ്ങനെ ഇട്ട് കുത്തുന്നോണ്ടാണോ മിമു തന്നെ മേക്കപ്പ് പഠിക്കാൻ? അയ്യോ, കണ്ണി കുത്തിയോ? ബ്രഷ് തട്ടിയത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പൗഡറാണ്. ഫിറ്റ്മിയുടെ പൗഡർ. ഫിറ്റ്മിയുടെ പൗഡറാണ്. ബ്രഷ് ഒക്കെ എടുത്തിരിക്കുന്നു. സെറ്റ് സെറ്റ് സെറ്റ്. അതെ, നമ്മള് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കഴുത്തിലും കൂടി എല്ലാം അപ്ലൈ ചെയ്യണം അല്ലേ മിമു? ചെവിയിലും നമ്മളുടെ ഒരേ ടോൺ. ഐബ്രോ. അടുത്ത നമ്മൾ ഐബ്രോയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ മിമു? ഒന്നുമില്ല, ഐബ്രോ അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് മാത്രം എടുത്തില്ല. എനിക്ക് ഇഷ്ടമല്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നിർബന്ധ. അതുകൊണ്ട് നമ്മൾ പേരിന് ജസ്റ്റ് ഒന്ന് വെറുതെ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി ഐബ്രോ. അതെ, വെറുതെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, വെറുതെ ഒരു പേരിനൊക്കെ അല്ലേ? അങ്ങനെ നമ്മൾ ഐബ്രോയും സെറ്റാക്കി ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്. പേരിന് വേണ്ടി ഞങ്ങൾ ഇച്ചിരി അമ്മ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തു. അതെ, അതിന് വേണ്ടി മാത്രം ഞങ്ങള് ഷാർപ്പ് ചെയ്ത് ചെയ്തു. അതെ അതെ, ഇനി നമ്മൾ പറയും അത് ഷാർപ്പ് ചെയ്ത് ചെയ്തു. ഇനി എന്താ നമ്മൾ തപ്പി എടുക്കാൻ പോണേ? ഇനി നമുക്ക് വേണ്ടത് ലിപ്സ്റ്റിക്. യെസ്, ലിപ്സ്റ്റിക്. എവിടെ എവിടെ ലിപ്സ്റ്റിക്? നമ്മൾ പരുതുകയാണ് ഈ മേക്കപ്പ് ബോക്സ്. ഡൗട്ട് ഉണ്ട്. ലിപ് ബാം ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട് ഞങ്ങൾക്ക്. ഇത് ക്രയോൺ. ഇതിലേത് നമ്മളിപ്പം? ഇത് ഷുഗറിന്റെ ലിപ് ബാം ആണ്. ഇത് ഷുഗറിന്റെ ലിപ് ബാം ആണ്. അതെ, പോയി ഷുഗറിന്റെ ലിപ് ബാം വേണോ ലിപ്സ്റ്റിക് വേണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ. ഏതാ വേണ്ടേ? കണ്ണടച്ചൊരെണ്ണം എടുത്താലോ? എനിക്ക് മാമാർത്തിന്റെ മാമാർത്തിന്റെ. നമ്മളിന്ന് എല്ലാ ബ്രാൻഡുകളെയും ഇവിടെ പരിചയപ്പെടുത്തുന്നതാണ്. ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ഈ മേക്കപ്പ് ബോക്സിനുള്ളിലുണ്ട്. ഇത് സുഡിയോടെ, ഇത് മാമാർത്ത്. ഇതിന് നമ്മള് കണ്ണടച്ചിട്ടാണ്. മിമു കണ്ണടച്ചിട്ട് കൈ ഒരെണ്ണം എടുക്കാവുള്ളേ. ഓക്കെ, എന്റെ കൈ ഇത് ഇവിടെ ഉണ്ട്. കൈ ഇട്ടൊരെണ്ണം എടുത്തോ. എടുത്തോ. മിമുസ് വട്ടത്തിലുള്ള മാമാർത്തിന്റെ എന്താ ഇത്? ലിപ് ബാം ആയിട്ട്. യെസ്, അമ്മ ഇത് കാണുമ്പോ ഡാർക്ക് ഇടാൻ. അതെ, അപ്പൊ അമ്മയോട് പറഞ്ഞാൽ മതി നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ട് ചേച്ചി ഇത് എടുത്തേന്ന്. എന്നിട്ട് ബാക്കി അമ്മ വീട്ടിൽ പോയിട്ട് ചേച്ചിനെ പറ്റി മിമുനോട് പറഞ്ഞോളൂ. ചേച്ചിന്നൊന്നും അല്ല, ഇവിടെ ചിലരൊക്കെ അമ്മയെ വിളിച്ച് മിമു വേണ്ട മിമു. എനിക്ക് അടി കിട്ടേണ്ടതായിരുന്നല്ലേ? അതിസാഹസികമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നപ്പോ. അമ്മേനെ
അതെ, ആ കഥ എന്ന് പറഞ്ഞ എന്തായിരുന്നു? ആന്റി ഇവിടെ ഇരിക്കുന്നു ഞാൻ വന്നപ്പോ പറഞ്ഞല്ലേ. ആന്റി ഇവിടെ ഇരിക്കുന്നില്ല, ഞങ്ങള് ഇവിടെ വന്നായിരുന്നു. ഞാൻ പറയാം, ഞങ്ങള് ഇവിടോട്ട് വരുമായിരുന്നു. വരുമ്പോഴത്തേക്കിനും എന്തോ പറഞ്ഞപ്പോഴത്തേക്കിനും അമ്മയുടെ ഓ അപ്പൊ ആന്റിയുടെ ഇതും ഭയങ്കര ബിസിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നോട്ടം അല്ലേ, ഞാൻ പേടിച്ചു പോയി അല്ലേ മിമ്മു? അതെ, മിമ്മു എന്നെ രക്ഷിച്ചത്. പിന്നെ അങ്ങനെ വന്നില്ല അല്ലേ മിമ്മു? ലിപ് ബാം കം ലിപ്സ്റ്റിക് കം എല്ലാം കൂടെ ഉള്ളൊരു അല്ലേ ഓളിനോളായിട്ടൊരു സാധനം നമ്മൾ ഇടുവാണ്. അത് മാമാർത്തിന്റെ സെറ്റ്. ഇനി എന്താ മിമ്മു ചെയ്യണം? നമ്മള് ടിഷ്യൂ ഒക്കെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കണം. എവിടെ മിമ്മു ടിഷ്യൂ ഒക്കെ ഒളിപ്പിച്ചു വെച്ചാണ് എടുക്കുന്നത് അല്ലേ? ആരും പിടിക്കോ? താരെ തട്ടിക്കല്ലേ? ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്താ ചേച്ചി മേക്കപ്പ് ചെയ്യേണ്ടി വരും. അയ്യോ ചെയ്താ ഇന്നിവിടുന്ന് പോകേണ്ടി വരത്തില്ലെന്നല്ലേ? പിന്നെ എന്ത് മറ്റേ വെളുത്ത സാധനം കിട്ടി. ഒളിപ്പിച്ചു വെച്ചോ ബാക്കി? അല്ല ചേച്ചി എടുത്താലോ? ഇന്ന് മിമ്മു എല്ലാം ഒളിപ്പിച്ചു വെക്ക, എല്ലാം പേര് എഴുതിയാ വന്നെ. എന്താ അത്? പേടിയാ. അതെ, പേരൊന്നും പറയത്തില്ല. ആണെങ്കിൽ ഇത് കണ്ണാടിയിൽ ഞാൻ നേരത്തെ പേരെഴുതി വെച്ചതാ. ഇവിടെ വന്നപ്പോ ഇത് ഉപകാരപ്പെട്ടു. ഒന്നുമില്ല, ചെയ്തോ കണ്ടിന്യൂ. പൊട്ടൂടി വെച്ചാ കഴിയും. പൊട്ടൂടി വെച്ച് കഴിഞ്ഞാൽ തീരുമോ? ബ്ലഷ് ആ ശരി, നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഐഷാഡോ ബ്ലഷ് എല്ലാം കിടക്കുന്നേ ഉള്ളൂ. പൊട്ട് കത്തിയിരിക്കുകയാണ്. മണിമുത്തിലെ മുത്തിന്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നു പൊട്ടൂടെ വെച്ചപ്പോ. ചിരിച്ചേ. ഇത് പറഞ്ഞപ്പോഴാ ഈ പല്ല് 1 മാസം മുന്നേ പോയ പല്ലെങ്ങനെയാ മിമ്മു ഇത്ര പെട്ടെന്ന് വന്നേ? നാച്ചുറൽ ആയിട്ട് മിമ്മുന് മാത്രം 10 ദിവസം കൊണ്ട് പല്ല് മുളച്ചിരിക്കുകയാണ് അല്ലേ? കള്ളിപ്പെണ്ണെ എന്ന് വെപ്പ് പല്ല് വെച്ചിട്ടാണ് മിമ്മു വന്നിരിക്കുന്നത്. കുറുമ്പി ഇന്ന് വെപ്പ് പല്ല് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ലിപ് ഗ്ലോസും കൂടി സെറ്റ്. ഇനി എന്തായിരുന്നു? ഐഷാഡോ ചെയ്തില്ല. ഇതിന് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇച്ചിരി മതി. എന്നെ പോലെ അല്ലെങ്കിൽ ഓവറാക്കും, അതുകൊണ്ട് ഇച്ചിരി മതി. ഓക്കെ നമ്മളെല്ലാം ഒരെണ്ണം കൊണ്ടാണ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമല്ലേ മിമ്മു? ഓ സെറ്റ്. ചെറുതായിട്ട് എന്നാലും ഓക്കെയാണ്. ഇന്ന് ഇത്ര ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതെന്താണത്? പൗഡർ എടുത്തിരിക്കുന്നു മിമ്മു. ഓക്കെ നമ്മൾ ഇവിടെ മാത്രം ഇട്ടാ മതിയോ? ബാക്കി ചുണ്ടും താടിയൊക്കെ പോയി. നമുക്ക് ചുണ്ടും താടി എല്ലായിടത്തും. എവിടെയൊക്കെ മെയിൻലി ഇടുന്നത്? താടിയില്, മൂക്കില്. മിമ്മു നമ്മൾ നോസ് കട്ട് ചെയ്തില്ല. എനിക്ക് സ്പെഷ്യൽ ആണോ? സ്പെഷ്യൽ ഒന്നുമില്ല, ഞാൻ ചെയ്യുന്നില്ലാത്തോണ്ടാ. ഓക്കെ മോളില് നമ്മൾ ഇത്രയും സമയം എടുക്കരുത്, പെട്ടെന്ന് ചെയ്യണം. നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. പെട്ടെന്നുള്ളൊരു ഓണം സിമ്പിൾ ലുക്കല്ലേ മിമ്മു? കണ്ണിൽ നമ്മൾ ലൈറ്റായിട്ട് ഒരു സെറ്റ്. സുന്ദരിയായിട്ടുണ്ട്. സുന്ദരി മിമ്മു. അങ്ങനെ മിമ്മു റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ഫിനിഷിങ്? ഫൈനൽ ടച്ച്. നമ്മളിതിന് പുറത്തൂടെ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കൂടി. മിമ്മുന് കൺഫ്യൂഷനാണ്. ലിപ്സ്റ്റിക്കിലും ലിപ് ബാമിലും ഒക്കെ മിമ്മുന് ഭയങ്കര കൺഫ്യൂഷൻ വരുന്നല്ലേ? ഓക്കെ. മസ്കാര ഐലൈനർ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമില്ല.
അത് ഇഷ്ടമല്ല. മസ്കാര ഇടും. എന്നാ മസ്കാര നമുക്ക് എടുക്കാം. ഓ, നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഉപയോഗിച്ച ടിഷ്യൂ ആണ് നമ്മളിതിൽ ഒളിപ്പിച്ച് പിന്നെയും വെക്കുന്നത്. ഉപയോഗിച്ച ടിഷ്യൂ പിന്നെയും പിന്നെയും യൂസ് ചെയ്യാന്നാണല്ലേ? അല്ലേ 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 മിമു? ഇത് അങ്ങനെ ഓണത്തിന് മിമു റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നതാണ്. മസ്കാര ഇട്ടാലുള്ള കുഴപ്പം എന്താ? ഞാൻ ഈ ഇടയ്ക്ക് എനിക്ക് ചൊറിയാൻ വരുമ്പോ കണ്ണ് വരുമ്പോ അതുകൊണ്ടാണ് ഞാൻ ഐലൈനർ മസ്കാര. അതുകൊണ്ട് എനിക്ക് കണ്ണിന് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. എനിക്കൊരു ഇൻഫെക്ഷൻ ഇവിടെ എന്താ പറ്റി? അവിടെ എന്താ പറ്റി? ഞാൻ ഒന്നും പറ്റിച്ചില്ല മിമു. ചേച്ചിനെ പറ്റിച്ചു. നമ്മുടെ ഓണം ഡ്രസ്സൊക്കെ സെറ്റാണ്. ഇനി മിമു എന്നെ മുകളിലോട്ട് നോക്ക്. ഞാൻ ഇപ്പുറത്തോട്ട് എഴുതുമ്പോ ചേച്ചിയുടെ കൃഷ്ണമണി ഇപ്പുറത്തോട്ടാക്കണം. ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ ഓക്കെ. മിമു എന്റെ കണ്ണി കുത്തണേ. കണ്ണി കുത്തി മിമു. ഞാനിത് ഇതെങ്ങനെയല്ലേ? എനിക്ക് താഴെ എഴുതുന്നതിനെക്കാട്ടി എക്സ്പെർട്ട് നമുക്ക് തുടയ്ക്കാം. വേറെ എന്തെങ്കിലും വെച്ച് തുടയ്ക്കാം. താഴെ ആയത് ഗൈസ് നമ്മൾ പൗഡർ ഇടാൻ പോവാണ്. അതെ, കുറച്ച് താഴെ ആയിട്ടുണ്ട്. നമ്മൾ പൗഡർ ഇടുമ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ മടക്കുക, നീശയിൽ ഇങ്ങനെ ഒപ്പുക. നമ്മൾ പൗഡർ അടച്ചു വെക്കണം കേട്ടോ. കണ്ണ് ഏത് കണ്ടായിരുന്നു ഇവിടെ ഇല്ല. ഒരുപാട് അതിനെ തുടയ്ക്കുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം വരുന്നത്. പോയിട്ടില്ല, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട് മിമു? സെറ്റ് 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 അല്ലേ? ഇപ്പഴത്തെ കണ്ണ് കൊളായില്ലേ? ഇല്ല, കൊളമൊന്നും ആയിട്ടില്ല. മിമു ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങുകയാണ് എന്നെ ഒരുക്കാൻ തുടങ്ങിയപ്പോ തൊട്ട്. ലിപ്സ്റ്റിക് അടിക്കാത്ത ഭാഗം. ഓക്കെ, നമ്മൾ വെറ്റ് ടിഷ്യൂ ഉണ്ടാക്കി. അതെ, മിമു വയലന്റ് ആവുന്നതിന് മുന്നേ. ഓക്കെ, ഇല്ല ഇല്ല. അപ്പൊ മേക്കപ്പ് മാൻമാരുടെ ഒക്കെ ബുദ്ധിമുട്ട് മനസ്സിലായില്ല. എന്നെയൊക്കെ ഒരുക്കാൻ വരുന്നവരപ്പോ എന്തായിരിക്കും അല്ലേ? ഷുഗർ ലാസ്റ്റത്തെ പരിഹാരം. ചേച്ചിക്ക് ഷുഗർ കുഴപ്പമില്ലല്ലോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല. എന്താ മിമുത് അവസാനം ഇത് നമ്മുടെ ഓണാഘോഷം മാറി ചേച്ചിനെ കഥകളിക്ക് വിടാന്നൊക്കെ ആവോ? ഇതെത്ര കഷ്ടാണ് ചേച്ചിയുടെ കാര്യം നോക്കണേ. കണ്ണ് മുകളിലോട്ട് ചേച്ചിയുടെ താഴത്തെ പീല് എത്രമാത്രമാണ്. അതുകൊണ്ട് അടുത്തൊന്നും ചെയ്യാൻ പറ്റാത്ത എനിക്ക്. കണ്ണടക്കി കടവുളെ എന്താ താഴെ ഇട്ടി ചേച്ചി വെള്ളം ഫുള്ള് മറിച്ച്. എന്ത് കഷ്ടാണ്. ഓക്കെ ഓക്കെ, സോറി മിമു, സോറി. ചേച്ചി ഇതെന്തൊക്കെ കാണിക്കണം, അപ്പോഴത്തേക്ക് ദേഷ്യം വരും. അയ്യോ, തെറ്റല്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. യാ ഓക്കെ ആയി മിമു. പക്ഷെ ഇവിടെ ഇത് ഇവിടെ വേറൊരു നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. ചേച്ചിക്ക് ഇനി എന്തോ ഒരു ആവശ്യമുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓക്കെ അല്ലേ? നോസ് കട്ട് ചെയ്യണമല്ലോ. എന്തൊക്കെയോ മിമു എന്നിൽ പരീക്ഷിക്കുകയാണ്. നമ്മളെല്ലാം യൂസ് ചെയ്തിട്ടുള്ള സാധനം. അതെങ്ങനെ മിമു തുറക്കണേ? യാ തുറന്നിരിക്കുന്നു. മിമുന്റെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമ്മളിന് മറ്റേ ബ്രഷ് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വരും 8-ാം തീയതി വരും. അടച്ചു തുറക്കണ ബ്രഷ് ഇല്ലേ? മിമു എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചെല്ലാം കൊണ്ട് നടക്കണ ഒരു കുട്ടിയാണ്. രണ്ട് മുകളിൽ ഏത് കളറാണ് മിമുന് ഇഷ്ടമുള്ള ഏതാ എനിക്ക് ചേരണേ ഇന്നത്തെ ഒരു ലുക്കിന്, ഓണം ലുക്കിന്? പിങ്ക് കൊടുക്കാം. ചേച്ചി ഓൾറെഡി പിങ്ക് ഉണ്ട്. ഓക്കെ, നമുക്ക് രണ്ടും മിക്സ് ചെയ്യാം. രണ്ടും മിക്സ് ചെയ്തൊക്കെ. മിമു പിങ്ക് അല്ലേ കൊടുത്തേക്കുന്നത്, അപ്പൊ നമ്മൾ മാച്ച് നമ്മൾ രണ്ടും കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ഐല സെയിം കൊടുക്കണേ.
ഈ കണ്ണാ ചേർത്തുള്ളൂ. സെറ്റ്. ഇപ്പുറത്തും ഇത് തന്നെ മതി. നമുക്ക് രണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. നല്ല രസമുണ്ട്. ആ മിമ്മു ഇത് മറന്നു പോയായിരുന്നു. ഇടയ്ക്കിടയ്ക്കാണ് ഓർക്കുന്നത് എന്നല്ലേ. നമ്മുടെ രണ്ടുപേരുടെയും ഇന്ന് ഐ മേക്കപ്പ് സെയിം ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലേ. ചേച്ചിക്കും എനിക്കും അതെ. ഒരുപോലത്തെയാണ്. ഒരുപോലത്തെ ഓണം ലുക്കിലാണ് ഞങ്ങൾ വരുന്നത്. ഓക്കെ ആയിട്ടുണ്ട് Okay, guys. അപ്പൊ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ചേച്ചി നോക്കട്ടെ. എല്ലാം ഓക്കെ ആയില്ലേ? നമ്മുടെ ഇത് ഓണം ചീപ്പ് ഉണ്ടോ? ആ നമ്മൾ മുടിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും. മുടി സെറ്റ് ചെയ്യാം. അതെ. ഇനി നമ്മൾക്ക് ചേച്ചിന്റെ മുഖത്ത് നോസ് എന്റെ മുഖത്ത് ഇന്നൊരു താജ്മഹൽ പണിയും. കട്ട് ചെയ്യണം. Okay, നോസ് മിമ്മു. കട്ട് ചെയ്യാൻ ആ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ആരാ പഠിപ്പിച്ചേ നോസ് കട്ട് ചെയ്യാനൊക്കെ? നോസ് കട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല അതാ. അവിടുത്തെ ചേട്ടനോ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു തന്നോ? നോസ് കട്ട് എന്ന് പറഞ്ഞ സാധനം ആ ചെയ്യാൻ വേണ്ടിട്ട് സാരല്ലേ, നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് പിന്നെ കണ്ടെടുത്താം. തപ്പിയെടുക്കാം. ആൻറ്റി നമുക്കിത് first ചെയ്യാം. ചേച്ചിയാണ്ട് എന്നെക്കാട്ടി നന്നായിട്ട് ഒരുങ്ങിയത് ഞാൻ ഇരിക്കണം. മിമ്മു ഒരുക്കിയതുകൊണ്ടാണ്. ഇത് പിടിക്കോ? പിടിക്കാം. സെറ്റ്. അപ്പൊ ചേച്ചിയുടെ Yay. ഫൈനൽ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ രണ്ടും സെയിം ലുക്കിലല്ലേ? നമുക്ക് ചോദിക്കാം ഞങ്ങൾ എങ്ങനെയുണ്ട്, ഞങ്ങളുടെ ഓണം ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അല്ലേ? നമ്മുടെ കോസ്റ്റ്യൂം നമ്മൾ ഓണത്തിന് ഫുൾ റെഡിയാണ് അല്ലേ മിമ്മു? നമുക്കൊന്നും ചേച്ചിയുടെ മിമ്മു പിടിക്കും. ഇല്ല ഞാൻ കൊളാക്കൂല. ചേച്ചി എഴുതിയിട്ടില്ല. മിമ്മു എന്നെ ഇപ്പുറത്തെ കണ്ണ് എഴുതിയിട്ടില്ല. മിമ്മു എന്നെ ഒരുക്കി സെറ്റ് കണ്ണ് ആക്കുക. വെട്ടിക്കല്ലേ? ഇല്ല, ഇന്നത്തെ എൻ്റെ ലുക്ക് മിമ്മുവിൻ്റെ നോക്ക്, മേക്കപ്പാണ്. ഈ കണ്ണ് എഴുതിയത്. മിമ്മു എന്താ? സെറ്റ്. സെറ്റ് എന്ന് മാത്രമേ പറയത്തുള്ളൂ. മിമ്മുവിൻ്റെ മേക്കപ്പ് അല്ലേ? സോറി തട്ടിയോ ഞാൻ? ഓക്കെ. കളായില്ലല്ലോ. ഏയ് കുളമായില്ലല്ലോ അല്ലേ മിമ്മു? ചേച്ചിക്ക് ലിപ് ഷെയ്ഡ് ഇതുപോലെ. ഇത് മതി. മിമ്മു ഇതേ ഞാൻ ഇത് പടർത്തി. അയ്യോ ടങ് ഇതെല്ലാം പടർന്നു. എന്റെ ചേച്ചി കൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല മിമ്മു. ഇത് തുറന്നതാ ചേച്ചി, തുറന്ന ഇത്ര വിഷയം. മിമ്മു എന്നെ വരട്ടിയൊക്കെയാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഇതെന്ത് കഷ്ടം, നമ്മൾ ഇത്രയും തുറക്കാൻ പറയുമ്പോഴേ തുറക്കുള്ളൂ. ഞാൻ അടച്ചിരിക്കുകയാണ്. കഷ്ടപ്പെട്ട് ഇവിടം വരെ ചെയ്തിട്ട് ചേച്ചി കുളമാക്കിന്നൊക്കെ. ഡാൻസ് കളിക്കും. ഇന്നൊരു പാട്ട് പാടി ഒരു ഡാൻസ് ചെയ്തോ? അവര് കാണട്ടെ. ഞാൻ ഇത് അപ്പോഴത്തേനും തുറക്കാം. ഇപ്പൊ തുറക്കരുത്. ഇപ്പൊ അപ്പൊ അതുവരെ കാണുന്നവർക്ക് ഒരു ഡാൻസ് ചെയ്ത് കൊടുത്തേ. ഞാൻ അനങ്ങില്ല. അതുവരെ കളിച്ചോ മിമ്മു. ഡാൻസ് ചെയ്യാം. ഞാൻ തുറക്കട്ടെ? എന്താ മിമ്മു എന്തൊക്കെയാ ചെയ്യുന്നത്? എനിക്ക് കാണത്തില്ല. ഒന്നുമില്ല. എന്തൊക്കെയോ വേലത്തരം കാണിക്കുന്നുണ്ട് അവിടെ. കണ്ണു തുറക്കട്ടെ? ഒന്നും പതുക്കെ ചെറുതായിട്ട് പതുക്കെ തുറക്കുകയാണ്. തുറക്കട്ടെ? തുറന്നു. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ ഇച്ചിരി കൂടി പറ്റിയതൊന്നും സെറ്റ് ആയിട്ടില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ മേക്കപ്പ് എനിക്ക് കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. ഞാൻ ചെയ്തുകൊണ്ടുകൂടെയാണോ? അതുകൊണ്ടായിരിക്കും. ഫൈനൽ ടച്ച് ചെയ്ത് നമ്മൾ റെഡി ആയിരിക്കുകയാണ് ഓണത്തിന്. അപ്പൊ റെഡി അല്ലേ? പോവാം. സെറ്റ്. കാറ്റ് മേലെ. ആ പാട്ട് പാടി ചെയ്തേ. കാട്ട് മേലെ കാട്ട് ചീര കാട്ട് സൈഡിലെ കാട്ട് റൈറ്റിലെ കാട്ട് സൈഡിലെ കാട്ട് റൈറ്റിലെ വീട്ടു മേലെ കാട്ട് ഇത് കാട്ട് റൊമ്പ നാട്ട് ഇത് സൈന പാനക്കൊപ്പം മേടുമ്മ അച്ചുകളിച്ചിട്ട് ബിരിയാണി അച്ചുകളിച്ചിട്ട് ബിരിയാണി തട്ടാ മേല ബൈട്ടുമ്മ. ആ കളിക്കുക. മാല ഇടുന്നതിന്റെ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. മിമ്മു എല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ എനിക്ക് പണ്ടത്തെ പാട്ടാ കൂടുതൽ അറിയുന്നത്. മതിമുഖി മാലതി പാടാം. ആ പാട്. മതിമുഖി മാലതി അണിഞ്ഞൊരു
മംഗള കുങ്കുമണിഞ്ഞൊരുങ്ങ് മതിമുഖി മാലതി അണിഞ്ഞൊരുങ്ങ് മംഗള കുങ്കുമണിഞ്ഞൊരുങ്ങ് നിന്നിലേതോ വിളക്കായി പൂത്തു നിന്നു സെറ്റല്ലേ ഇത്ര ഇറക്കം പോലെ നിലാവായി പ്രണയരാഗിലെ മലരേ സെറ്റ് കുറച്ച് ചേരുന്നുണ്ട് ഓ സെറ്റ് റെഡി ആ മിമു നമുക്കപ്പോ പോവാം ഇനി ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പോവാം പോവാം